പെറ്റമ്മാനെ തെറി പറയുന്ന മക്കളോടാ എനിക്ക് പറയാനുള്ളത്. അനക്കൊക്കെ എന്ന് മുതലാണ് അതിനുള്ള ആംബിയർ ഉണ്ടായത്? ജനിച്ചപ്പോളെ പള്ളന്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി തന്നത് മന്തിയും ഷവായും ഷവർമയൊന്നുമല്ല, പെറ്റമ്മാന്റെ മുലപ്പാല. അത് സമയത്തിന് കിട്ടിയനെ കൊണ്ടാ അനക്കിപ്പോ ഉമ്മാന്റെ നേരെ നിവർന്നു നിന്നിട്ട് തള്ളെന്നും മറ്റൊന്നും വിളിക്കാനുള്ള ആംബിയർ ഒക്കെ ഉണ്ടായത്. ചിന്തിച്ചോളെന്നടാ, ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ചെറുപ്പത്തിന് നമ്മൾ കുറെ ആൾക്കാർ എടുക്കാൻ വരും, 10-15 മിനിറ്റ് എടുത്ത് എല്ലാരെ കയ്യും കടയും. പിന്നെ കൊണ്ടേ കൊടുക്കുക എങ്ങോട്ടാരോ പെറ്റമ്മാന്റെ കയ്യിലേക്കാ. പക്ഷെ ഉമ്മാന്റെ കൈ കടയൂല. കാരണം എന്താ പറയാ, 10 മാസം കിടന്നത് ആ പള്ളന്റെ ഉള്ളിലാ. അന്ന് കടഞ്ഞിട്ടില്ല, പിന്നല്ലേ ഇപ്പോ. അതിനെ കൊണ്ട് ചിന്തിക്കാൻ നമ്മക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരാണ് അമ്മയും പാപ്പി എന്ന് പറഞ്ഞാല്. നമ്മക്ക് അല്ലെങ്കിൽ വല്ല ആവശ്യം ഉണ്ടേനോ? നമ്മക്ക് ആവശ്യം 10 മാസം നമ്മളെ കൊണ്ടെടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടേനോ? നമ്മൾ നടക്കണവരെ നമ്മൾ എടുത്തെടുക്കണ എന്താ ആവശ്യം ഉണ്ടേനോ? ഇതെന്താന്നറിയ, എന്റെ കുട്ടി, എന്റെ മോനെ ഓൻ വലുതാവണം, ആ ചിന്ത ഉണ്ടായതിനെ കൊണ്ടാ. ഇപ്പോഴും നമ്മളുമ്മാന്റെ മുന്നിൽ നമ്മൾ ഈ ഒരു 10 കോടി കൊണ്ടുവച്ചാൽ നമ്മളുമ്മ എന്താ പറയാറിയോ, ഇക്കിന്റെ കുട്ടിനെ മതിയെന്നേ പറയുള്ളൂ. ആ സ്ഥാനത്ത് എന്റെ മുന്നിൽ 10 കോടി എന്റെ ഉമ്മാനെ കൊണ്ടുവച്ചാല് ഉമ്മാനെ മതി എന്ന് പറയുന്ന മക്കളുണ്ട് ഒറ്റയടിക്ക് തന്നെ. ചില മക്കൾക്കും ചിന്തിക്കണം, 10 കോടി അപ്പുറത്ത് കിടക്കണ്ടി, ഇപ്പുറത്ത് ഉമ്മല്ലേ, അത് കുഴപ്പമില്ല എന്നുള്ളത്. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, തിരിച്ചു വരും. കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. അനക്കും വരും വാർദ്ധക്യം, അനക്കുണ്ടാവും കുട്ടികള്. അന്നിങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ, എന്റെ അമ്മാരോട് ഞാൻ ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ചിന്ത എനിക്ക് വരും. പക്ഷെ അന്ന് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നമുക്ക്.